ഇപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ ജസ്റ്റിൻ പാലത്ര ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ജസ്റ്റിൻ പാലത്ര. നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോഴും താങ്കൾ പറഞ്ഞിരുന്നു ഈ ഗ്രാം വില 14,000-ലേക്കൊക്കെ എത്തുമെന്നുള്ള കാര്യം. അതൊക്കെ ഏറെക്കുറെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണവില കുറയുമെന്നുള്ളൊരു പ്രതീക്ഷ ഇനി നമുക്ക് വേണ്ട അല്ലേ? ശ്രീ ജസ്റ്റിൻ പാലത്ര കേൾക്കാമോ? അത് നമ്മൾ ഇന്നലെയും സംസാരിച്ചതാണല്ലോ. അത് കാരണം ഈ വില 14,000 എത്തുമെന്ന് പറഞ്ഞത് ഇനി വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. 13,000 ഇന്ന് വില 2 പ്രാവശ്യമല്ല, 3ാമത്തെ പ്രാവശ്യം ഇപ്പൊ കൂടിയിട്ടുണ്ട്. അതായത് ഇന്ന് ഓപ്പണിംഗ് റേറ്റ് 13,500 ആയിരുന്നു. അതൊരു 11:30-12 മണി ആയപ്പം 13,600 ഇപ്പൊ 2:45-ന് 13,800 അപ്പൊ ഇന്ന് തന്നെ 3 റേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം 300 രൂപ ഗ്രാമിൽ 2,400 രൂപയാണ് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് പവനിൽ കൂടിയിരിക്കുന്നത്. അപ്പം 13,800 ഗ്രാം. നമ്മൾ പറഞ്ഞത് 14,000 വരും, ജനുവരി ഫെബ്രുവരിയോടുകൂടി 14,000 വരുമെന്ന് പറയുന്നത് ഏകദേശം ശരിയായിരിക്കുകയാണ്. ഇനിയിപ്പം 14,000 എത്താനൊന്നുമില്ല. 200 രൂപ ഗ്രാമിൽ കൂടിയാൽ 14,000 പക്ഷേ ഇപ്പം അതുമല്ല പ്രശ്നം, അവിടെയും നിൽക്കുകയില്ല വില എന്നുള്ളതാണ് അനുമാനത്തിൽ നിൽക്കുന്നത്. ഒരു 1.5 ലക്ഷം അതിന്റെ മുകളിലോട്ട് പവന് പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ ആണ് ഇപ്പോഴത്തെ നിഗമനത്തിൽ പറയുന്നത്. അതായത് ഈ പവൻ വില ഒരു 1.25 ലക്ഷം എന്നുള്ളതിൽ തന്നെ നിൽക്കാൻ കഴിയുമോ? അതോ ഒരു 2 ലക്ഷം എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ടി വരുമോ? അതാണ് ഞാൻ പറഞ്ഞ് പേടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് സംസാരിക്കാത്തതാണ്. നിങ്ങൾ പറഞ്ഞതും ഒരു കറക്റ്റ് പോയിന്റ് ആണ്. അവിടം വരെ വരാനുള്ള ഒരു നിഗമനമാണ് ഇപ്പൊ സത്യത്തിൽ കാണുന്നത്. ഇതെല്ലാം കൂടെ പറഞ്ഞ് ജനം മുഴുവൻ നമ്മൾ ഉൾപ്പെടെ വല്ലാത്തൊരു ആശങ്കയിൽ നിൽക്കുന്ന സമയമാണല്ലോ. അതെ, എല്ലാവരും ഈ എപ്പോൾ വില കുറയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്ന ആളുകളുമുണ്ട്. കാരണം കുറച്ചെങ്കിലും സ്വർണം വാങ്ങി വെക്കണം എന്നുള്ള കാര്യത്തിൽ. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സമയത്ത് കൂടുതൽ ആളുകളും ഈ ഉള്ള സ്വർണം വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു തലത്തിലേക്കാണ് പോകുന്നത്, സ്വർണം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും വിൽക്കാൻ ആവശ്യമില്ലാതെ വില കൂടിയത് കൊണ്ട് വിൽക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ ഇപ്പൊ തൽക്കാലം വിൽക്കരുത്. കാരണം സ്വർണം ഇപ്പോഴും അല്പമെങ്കിലും വാങ്ങി വെക്കുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ് അനുമാനം. കാരണം ഇതിന്റെ എല്ലാം അർത്ഥം ലോകം ഒരു വലിയ യുദ്ധഭീഷണിയിലേക്ക് പോകാനുള്ള അതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കാരണം ഇറാന്റെ പറഞ്ഞില്ലേ ഇറാനെ തൊട്ടാൽ വിവരം അറിയുമെന്ന് റഷ്യ വരെ പറഞ്ഞു കഴിഞ്ഞപ്പം. അപ്പൊ ടെൻഷൻ അമേരിക്ക, ഇറാന്, റഷ്യ, ചൈന ടു തായ്ലൻഡ്, ഇന്ത്യ ടു പാകിസ്ഥാൻ, അങ്ങനെ എല്ലാം ഒരു യുദ്ധം മുനയിൽ നിൽക്കുന്നത് കൊണ്ട് രാജ്യങ്ങളെല്ലാം ഗോൾഡ് റിസർവിലേക്ക് മേടിച്ചു കൂട്ടുകയാണ് ടൺ കണക്കിന്. അപ്പോൾ ഡിമാൻഡ് കൂടുകയും പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നു. മൈനുകളിൽ വളരെ എക്സ്പെൻസീവ് ആണിപ്പോൾ പ്രൊഡക്ഷൻ. അതുകൊണ്ട് പ്രൊഡക്ഷൻ കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെ വില കുറയാനാണ് ഇന്ന്? ഇതാണ് ഇന്നത്തെ പ്രശ്നം. അതാണ് താങ്കൾ പറഞ്ഞതുപോലെ ഇനിയും സ്വർണ്ണവില കൂടുമെന്നുള്ള തരത്തിൽ തന്നെയാണ്. പക്ഷേ ഈ നിലവിലിപ്പോൾ വിൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ പോലും ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം ചുമ്മാതെ വില കൂടിയത് കൊണ്ട് ക്യാഷാക്കി വെക്കാമെന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഇപ്പം കൊടുത്താൽ പിന്നീട് അത് എന്നോട് വിഷമിക്കും, അയ്യോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അതെ. മറ്റൊരു കാര്യം കൂടി ഇതിൽ ചോദിക്കുകയാണ്. ഈ സ്വർണത്തിനോടൊപ്പം തന്നെ ഈ വെള്ളി വിലയും കൂടുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. വെള്ളിയുടെ കാര്യത്തിൽ ഞാനതൊന്ന് പറയാനിരിക്കുകയായിരുന്നു. വെള്ളി വില സ്വർണത്തിനേക്കാളും ക്രമാതീതമായി ഇനി കൂടാൻ പോവുക. കാര്യം എന്നറിയാമോ? വെള്ളിയുടെ ഉപയോഗം പൊതുജനങ്ങള് ആഭരണങ്ങളായിട്ട് നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആഭരണങ്ങളായി ഉപയോഗിക്കുന്നത് മാത്രമല്ല, അതിൽ കൂടുതൽ ഇപ്പോൾ വേണ്ട EV വണ്ടികൾ, EV വെഹിക്കിൾസിന്റെ ബാറ്ററികളിൽ ഈ സിൽവർ
ഒരു ബാറ്ററി നിർമ്മിക്കണമെങ്കിൽ 1 കിലോ വെള്ളിയാണ് അതിന് വേണ്ടത്. 1 കിലോ മറ്റുള്ള 1 കിലോ വെള്ളി ഒരു ബാറ്ററിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇപ്പം വായിച്ചറിയാൻ കഴിഞ്ഞത് 60% അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ രീതിയിൽ വെള്ളി ആവശ്യമുണ്ട്. അപ്പം മറ്റുള്ള പിന്നെ ഈ പറഞ്ഞ കണക്ക് സോളാറ്, ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങള് അത് വേറെയും കിടക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് വെള്ളിയുടെ ആഭരണമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് 20-30% ഉള്ളൂ. അതല്ല വെള്ളിയുടെ വില കൂടാൻ കാരണം. മറ്റുള്ള ഇൻഡസ്ട്രിയലി ഈ വെള്ളിയുടെ ഉപയോഗം കൂടിയിരിക്കുന്നു. അപ്പോൾ വെള്ളിയും ഇപ്പൊ സ്വർണത്തിനേക്കാളും കുതിച്ചു കയറുന്നത് വെള്ളി വിലയാണ്. അപ്പം അതും നമുക്കൊരു ആശ്വാസകരമാകുന്നില്ല. അതെങ്കിലും മേടിച്ച് ജനങ്ങള് 28 കെട്ടിനായാലും വെള്ളി അരിഞ്ഞാണെങ്കിലും മേടിക്കണം എന്ന് വെച്ചാൽ അതും ഇപ്പം വലിയൊരു പ്രശ്നത്തിലോട്ട് പോവുകയാണ്. എല്ലാം കൊണ്ടും പൊതുജനങ്ങളും കച്ചവടക്കാരും വല്ലാത്തൊരു അങ്കലാപ്പിലാണ്. എന്ത് ചെയ്യണം ഇതിനൊക്കെ? ഇതാണ് വെള്ളിയുടെ വിലയും അതുപോലെ തന്നെ കോപ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം വില കൂടുകയാണ്. ഒന്നും താഴോട്ട് പോകുന്നില്ല. അതാണ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇങ്ങനെ ഈ സ്വർണം വെള്ളിയൊക്കെ വില ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ സാധാരണക്കാർക്ക് ഉറപ്പായിട്ടും ഇത് ബാധിക്കും. ഈ കച്ചവടക്കാരെ എങ്ങനെയാണ്, ഈ ജ്വല്ലറിക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു അവസ്ഥ എന്താകും? അല്ല, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളും എല്ലാം വളരെ ആശങ്കയിലാണ്. ഒന്നാമത് കച്ചവടം ക്രമാതീതമായി കുറയുന്നു. മാത്രമല്ല വേറൊരു വലിയ ഇമ്പാക്ട് വരാൻ പോണത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ കച്ചവടം ഉണ്ടേലും ഇല്ലേലും ഈ വില കൂടിയതിന്റെ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? 7,000 ആയിരുന്നെങ്കിൽ ഇപ്പം 14,000 ആണെങ്കിൽ ഡബിൾ വില ആയെങ്കിൽ അത് ലാഭമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻകം ടാക്സിൽ ടാക്സ് ആയിട്ട് അടയ്ക്കാൻ കഴിയുന്ന സ്വർണം വിറ്റ് കൊടുക്കേണ്ട അവസ്ഥയിലോട്ട് പോവുകയാണ്. അതൊക്കെ വലിയൊരു പ്രശ്നങ്ങളിലോട്ട് പോവുകയാണ്. കച്ചവടക്കാരനും മനസ്സിലായ കാര്യം, വിലയുടെ കൂടുതൽ പ്രോഫിറ്റ് ആയിട്ട് കൂട്ടിയിട്ട് അതിന്റെ 30% വരെ ടാക്സ് അടച്ചു പോണ ഇൻകം ടാക്സ്. അപ്പൊ എവിടെ ചെന്ന് നിൽക്കും? കച്ചവടക്കാരൊക്കെ വല്ലാത്ത അങ്കലാപ്പിലാണ്. കച്ചവടം ഇല്ലെന്ന് മാത്രമല്ല, ഇൻകം ടാക്സിലേക്ക് ടാക്സ് അടച്ചു പോകേണ്ട ഒരു അവസ്ഥയും കൂടെ വന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.